നല്ല മാതാവേ മരിയേ, നിർമ്മല യൗസേപ്പിതാവേ, നിങ്ങളുടെ പാദ പങ്കജത്തിൽ ഞങ്ങളെ വച്ചിതാ കുമ്പിടുന്നേ. ഓ നല്ല മാതാവേ, വിശുദ്ധ യൗസേപ്പിതാവേ, നിങ്ങളുടെ പാദാന്തികെ വച്ചു കുമ്പിടുന്ന ഞങ്ങളുടെ ജീവിതങ്ങളെ ഏറ്റെടുക്കുവാൻ അവിടുത്തെ തിരുക്കുമാരനോട് പ്രാർത്ഥിക്കണമേ. ഓ പരിശുദ്ധനാഥേ, കർമ്മലമാതാവേ, നിർമ്മല സ്നേഹത്തിനുറവിടമായ തായേ, മക്കളെ കാക്കേണമേ. നിർമ്മല സ്നേഹം ചൊരിഞ്ഞ് വിശുദ്ധിയുടെ വെൺപാതയിൽ ഞങ്ങളെ, ഓ അമ്മേ മേരി മാതേ, നയിക്കേണമേ. ഒരു വണക്കമാസത്തിൻ്റെ ധന്യമാർന്ന ദിനങ്ങളുടെ ഓർമ്മപ്പെടുത്തലുകൾ. സ്നേഹഹൃദയങ്ങളെ, മെയ് മാസം നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ സ്നേഹപുഷ്പങ്ങൾ അർപ്പിച്ച് ഹൃദയത്തിൻ്റെ സ്നേഹഭാഷ്യങ്ങളിൽ പരിശുദ്ധ അമ്മയ്ക്ക് പ്രത്യേകമായി വണക്കം നൽകുന്ന മാസം. എത്രയോ ആഴമായ ബന്ധമായിരുന്നു പഴയ കാലങ്ങളിലെ വണക്കമാസത്തിൻ്റെ ആചരണങ്ങൾ. അമ്മയോട് വലിയൊരു ബന്ധം. പൂക്കൾ പറിച്ച്, പ്രാർത്ഥനാമുറി അലങ്കരിച്ച്, വണക്കമാസം ചൊല്ലി, പാച്ചോറ് വച്ച്, പൂത്തിരി കത്തിച്ച്, പടക്കങ്ങൾ പൊട്ടിച്ച് പരിശുദ്ധ അമ്മയുടെ സ്നേഹത്തിരുനാളുകൾ. തിരിച്ചു വരാം നമുക്ക് നമ്മുടെ കുടുംബങ്ങളുടെ ഉള്ളറകളിൽ പരിശുദ്ധ അമ്മയ്ക്ക് വണക്കം നൽകാം. നിഷ്കളങ്ക സ്നേഹത്തോടെ, ഒരു കുഞ്ഞിൻ്റെ മാധുര്യ സ്നേഹത്തോടെ അമ്മയെ പുൽകാം. അമ്മയോട് ചേർന്നിരിക്കാം, ഗീതങ്ങൾ പാടി അമ്മയെ പ്രകീർത്തിക്കാം.
ഒരിക്കലും മറക്കാത്ത എൻ ബാല്യവും ആത്മീയ സ്നേഹത്തിൻ നിറമാല്യവും ആ നല്ല കാലത്തിൻ ഓർമ്മകളും എന്നും എൻ ജീവിതത്തിൻ സുവർണകാലം. മെയ് മാസം ഞങ്ങൾക്കു ധന്യമാസം. പൂക്കൾ ചിരിക്കും പുണ്യമാസം. മെയ് മാസറാണി മാതാവേ, നിൻ മുൻപിൽ ഞങ്ങൾ ചൊല്ലാം വണക്കമാസം. ഓർമ്മകളെ, മായാത്ത സ്മരണകളെ, മടങ്ങി വരൂ, മടങ്ങി വരൂ, മാതാവിൻ സ്തുതിഗീതം പാടാം. ഓർമ്മകളെ, മായാത്ത സ്മരണകളെ, മടങ്ങി വരൂ, മടങ്ങി വരൂ, മാതാവിൻ സ്തുതിഗീതം പാടാം. മടങ്ങി വരൂ, മടങ്ങി വരൂ, മാതാവിൻ സ്തുതിഗീതം പാടാം. ഓർമ്മകളെ, മായാത്ത സ്മരണകളെ, മടങ്ങി വരൂ, മടങ്ങി വരൂ, മാതാവിൻ സ്തുതിഗീതം പാടാൻ. സിസ്റ്റർ ഗ്രീഷ്മ വളരെ ഹൃദയപൂർവം ആ പഴയ ഓർമ്മകളിലേക്ക് പ്രേക്ഷകരെ, ശ്രോതാക്കളെ കൊണ്ടുപോകുവാൻ വണക്കമാസത്തിൻ്റെ ആചരണത്തെക്കുറിച്ച് മനോഹരമായി സിസ്റ്റർ പാടി. തീർച്ചയായും ഒരുപാട് പ്രാർത്ഥനകൾ സിസ്റ്റർ നൽകുകയാണ്. കാരണം സന്യസ്ത വേദിയിൽ നിന്നൊക്കെ ഇങ്ങനെ അനേക ഗീതങ്ങളാൽ ദൈവീകതയുടെ നിറവാർന്ന അനുഭവങ്ങൾ പ്രദാനം ചെയ്യുമ്പോൾ ഈ വണക്കമാസത്തെക്കുറിച്ചൊക്കെ സിസ്റ്ററിൻ്റെ ഓർമ്മകൾ എന്ന് പറയുമ്പോൾ കുഞ്ഞുനാളിലെ ഓർമ്മകളിലേക്ക് കൊണ്ടുപോകുന്ന അനുഭവം. വീട്ടിലൊക്കെ വണക്കമാസം വായിച്ചിരുന്ന ഓർമ്മകളുണ്ടല്ലോ അല്ലേ? ഒരു കാര്യം സിസ്റ്ററിനോട് ചോദിക്കുകയാണ്. പഴയ കാലങ്ങളിലെ പോലെ ആ വണക്കമാസ ആചരണത്തിൻ്റെ ഊഷ്മളത ഇന്ന് കുടുംബങ്ങളുള്ളതായി തോന്നുന്നുണ്ടോ? പഴയ കാലങ്ങളിലേതുപോലുള്ള ഒരു തീഷ്ണതയും അമ്മയോടുള്ള ഒരു ഭക്തിയുമൊക്കെ ഇന്നത്തെ കുടുംബങ്ങളിൽ കുറഞ്ഞു പോകുന്നതായിട്ടാണ് തോന്നുന്നത്. നിങ്ങൾ കോൺവെൻറ്റിലൊക്കെ നിങ്ങളിത് വണക്കമാസം ആചരണം ഭക്തിയായിട്ട് വളരെ ആഘോഷപൂർവ്വമുണ്ടല്ലോ. ഇതൊക്കെ സിസ്റ്ററിൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക്, ഇപ്പോൾ സുഹൃത്തുക്കൾക്ക് അല്ലെങ്കിൽ മറ്റ് കൊച്ചുകുട്ടികളൊക്കെ വരുമ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന അതിൽ കാര്യത്തിൽ സിസ്റ്റർ ശ്രദ്ധിക്കാറുണ്ടോ? ക്രിസ്ത്യൻ ധ്യാന ടീമിലൊക്കെ സഹകരിച്ചിട്ടുണ്ട്. ആ സമയങ്ങളിലൊക്കെ കുഞ്ഞുങ്ങൾക്ക് മാതാവിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ അത് ഒരുപാട് പ്രേരകമായിട്ടുള്ളത് എൻ്റെ കുഞ്ഞുനാളിലെ അനുഭവങ്ങൾ തന്നെയാണ്. ഈ വണക്കമാസ ആചരണത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഈശോ വളരെ ഹൃദയപൂർവ്വം വളരെ നിഷ്കളങ്കമായി തൻ്റെ അമ്മയെ പുണർന്ന അല്ലെങ്കിൽ അമ്മയോടുള്ള ആ സ്നേഹം പങ്കുവെച്ചതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് വണക്കമാസം. മെയ് മാസം വന്ന് നമുക്കറിയാം, മെയ് 1 വിശുദ്ധ യൗസേപ്പിതാവിന് പ്രത്യേകമായി തൊഴിലാളികളുടെ മധ്യസ്ഥനായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു ആ ദിവസം. ഒപ്പം പരിശുദ്ധ അമ്മയുടെ വണക്കമാസം ആരംഭിക്കുന്നു. അന്നൊരു പ്രത്യേകതയുണ്ട് കേരള സഭയിൽ. കുഞ്ഞുങ്ങൾക്ക് ദിവ്യകാരുണ്യ സ്വീകരണത്തിന് സാധാരണ മെയ് മാസം 1-ാം തീയതിയാണ്. അപ്പോൾ ഈശോ മറിയം യൗസേപ്പേ എന്നുള്ള ഒരു ആത്മീയ ഫോർമുല കൂടി
ഉള്ള ഒരു ദിനം, അവിടെ തുടങ്ങുന്ന ആ വണക്കമാസമൊക്കെ അത് ഇന്ന് അനേക മക്കൾക്ക്, പ്രത്യേകിച്ച് ബാലകൗമാര യൗവന മനസ്സുകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതും കുടുംബങ്ങളിൽ ശക്തമായി വേരൂന്നേണ്ടതുമാണെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായും ദൈവവിളിയുടെ വരെ പ്രചോദനം പരിശുദ്ധ അമ്മയാണ്. തീർച്ചയായും പരിശുദ്ധ അമ്മയാണ് സന്യസ്തരുടെ അമ്മ. സത്യത്തിൽ പരിശുദ്ധ അമ്മയോട് സ്നേഹപ്രാർത്ഥന നടത്തി, അമ്മേ നല്ല ദൈവവിളികൾ, ലോകത്തിന് അതിർത്തികളോളം കർത്താവിൻ്റെ വയലുകൾ ശുശ്രൂഷ ചെയ്യുവാൻ അനേകം മക്കളെ അമ്മ പേര് ചൊല്ലി വിളിക്കണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും ആ പ്രാർത്ഥനയുടെ ബലം അനേക ദൈവവിളികൾക്ക് കാരണമായി മാറും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുക. തീർച്ചയായും സിസ്റ്ററിനെ ഈ സന്യസ്ത വേദിയിൽ അനേക ആയിരങ്ങൾക്ക്, അനേക കോടികൾക്ക് തന്നെ ഈ ഗീതത്തിലൂടെ, ഈ സംഗീതാത്മകതയിലൂടെ, പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മ, കന്യകളുടെ രാജ്ഞിയായ അമ്മയുടെ ആ നിർമ്മല സ്നേഹം പങ്കുവെച്ച് മുന്നേറുവാനുള്ള എല്ലാ പ്രാർത്ഥനകളും ആശംസകളും നൽകുന്നു. ഒരിക്കൽ കൂടി നമുക്ക് പ്രേക്ഷകർക്കായി അടുത്ത ഗാനത്തിലേക്ക് പ്രവേശിക്കാം.
മുള്ളിനിടയിലെ ലില്ലി മലരായി നിൽക്കുന്നു പരിശുദ്ധ മറിയം. ചുറ്റും മുള്ളുകൾ പോലെ വേദനകളും സഹനങ്ങളും നിറയുമ്പോൾ അവിടെ തളരാതെ പതറാതെ നിന്ന ഒരു ലില്ലി മലര്. പ്രിയമുള്ള സ്നേഹ സഹോദരങ്ങളെ, ഇരുൾ നിറഞ്ഞ പാപാന്ധകാരത്തിൽ തെളിമയേകുന്ന പനിമതിയാണ് പരിശുദ്ധ മറിയം. നൊമ്പരപ്പാടുകളിൽ തളരാതെ നിൽക്കുവാൻ ബലം പകരുന്നവളാണ് പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മയെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സ്നേഹമുള്ള അമ്മയായി വണങ്ങണം. കാരണം അവൾ രക്ഷകന്റെ അമ്മയാണ്. വിശുദ്ധ അൽഫോൻസ് ലിഗോരി പറയുന്നു, നിനക്ക് കഴിയുമ്പോഴൊക്കെ പരിശുദ്ധ മറിയത്തെ പാടി പ്രകീർത്തിക്കുക. അതൊരു വലിയ അനുഭവമാണ്, അതൊരു വലിയ സൗഭാഗ്യമാണ്. രക്ഷകന്റെ അമ്മ, കർത്താവിൻ്റെ അമ്മ, ദൈവത്തിൻ്റെ അമ്മ. ആ അമ്മയെ യോഹന്നാൻ തൻ്റെ ഭവനത്തിൽ, തൻ്റെ ഹൃദയത്തിൽ, തൻ്റെ ജീവിതത്തിൽ ക്ഷണിച്ചതുപോലെ, സ്വീകരിച്ചതുപോലെ നമുക്ക് ഓരോരുത്തർക്കും ആ നല്ല അമ്മയെ ജീവിതത്തിൽ വിളിക്കാം, ഭവനത്തിൽ പ്രവേശിപ്പിക്കാം. ജീവിതത്തിൻ്റെ വഴികാട്ടിയായി യേശുവെന്ന നീതിസൂര്യനിലേക്ക് പ്രകാശം പരത്തുന്ന സ്നേഹപനിമതിയായ അമ്മയെ മുറുകെ പിടിക്കാം. വണക്കമാസത്തിൻ്റെ ധന്യത നമ്മുടെ ഹൃദയങ്ങളിൽ എന്നും നിറവായി മാറട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അവിടുത്തെ സ്നേഹാംബികയെ ഞങ്ങൾക്ക് സ്നേഹസമ്മാനമായി നൽകിയല്ലോ, നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മ മേരി, നല്ല മാതാവേ, അമ്മ ഞങ്ങളുടെ കരം പിടിക്കുക. യേശുവെന്ന നീതി സൂര്യനിലേക്ക്, രക്ഷയിലേക്ക് അമ്മ ഞങ്ങളെ ചേർത്ത് പിടിക്കുക. നല്ല അമ്മേ, അമ്മയെ ഞങ്ങൾ വണങ്ങട്ടെ. അതുവഴി അമ്മയുടെ തിരുക്കുമാരന് ഞങ്ങൾ മഹത്വം നൽകട്ടെ. ആമേൻ.